അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, മുജാഹിദുകളിലെ വിസ്ഡം വിഭാഗത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു. ഏതായാലും ആ വിഷയത്തിൽ സന്തോഷമുണ്ട്. മുമ്പ് പല വിഷയങ്ങളിലും നിങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ ഏതോ ഒരു ഫേമസ് അല്ലാത്ത മുസ്ലിയാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോയെ അവഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ മറുപടി പറഞ്ഞത്. ഏതായാലും നിങ്ങളിപ്പോൾ പരിഗണിച്ചത് അതിൽ വലിയ സന്തോഷമുണ്ട്. ഏതായാലും വിഷയം കിടക്കട്ടെ, വിഷയം പറയാം നമുക്ക്. ഞാൻ കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിലും പട്ടിക്കാട് നടത്തിയ പ്രസംഗത്തിലും അതിനുശേഷം ഈ അടുത്ത് നടന്ന പുളിക്കൽ നടത്തിയ പ്രസംഗത്തിലുമൊക്കെ ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അഭൗതികമെന്നും അദൃശ്യമെന്നും പ്രാർത്ഥനയുടെ നിർവചനത്തെ ആരാണ് പറഞ്ഞത്, അതിൻ്റെ തെളിവെന്താണ്? ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ ആ ചോദിച്ച ചോദ്യം അഥവാ കോഴിക്കോട് നടത്തിയ പ്രസംഗം, ആ പ്രസംഗമാണ് അവരെ പ്ലേ ചെയ്തത്. അതൊന്നുകൂടി അപ്പുറവും ഇപ്പുറവും കൂടി ഒന്നുകൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാണ്, ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട്. ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. എന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തിൽ തന്നെ ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ലോകത്തുള്ള മുസ്ലിങ്ങൾ വിശ്വാസി സമൂഹത്തിന്റെ മേൽ ശിർക്ക് ആരോപിക്കുകയാണ്. ആ ശിർക്ക് ആരോപിക്കുന്നതിന് അവർ കാരണം പറഞ്ഞത് എന്താണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം തേടുന്നു, അഭൗതികമായ മാർഗത്തിലുള്ള സഹായം തേടുന്നു, കഴിവിനതീതം, മനുഷ്യ കഴിവിനതീതം എന്നൊക്കെ പറഞ്ഞ് അവർ പ്രാർത്ഥനക്ക് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു നിർവചനം. ഞാൻ ഒറ്റ ചോദ്യമാണ് എന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തിൽ ആമുഖത്തിൽ തന്നെ ചോദിച്ചത്. ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അഭൗതികമെന്നും അദൃശ്യമെന്നും സൃഷ്ടികഴിവിനതീതമെന്നും മനുഷ്യ കഴിവിനതീതമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ഈ നിർവചനത്തിന്റെ അടിസ്ഥാനം എന്താണ്? വിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്തുകൊണ്ട്, മഹാന്മാരായ സ്വഹാബത്തിന്റെ വാക്കുകൊണ്ട്, ലക്ഷോപലക്ഷം വരുന്ന ഇമാമുമാരുടെ വാക്കുകൊണ്ട്, 1,24,000 വരുന്ന നബിമാരുടെ വാക്കുകൊണ്ട് ഈ വിശുദ്ധമായ പ്രാർത്ഥനയുടെ നിർവചനത്തെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാണോ എന്ന് ചോദിച്ചിട്ട് ഒന്ന് തൊടാൻ പോലും അവർക്ക് തയ്യാറായില്ല, സാധ്യമായിട്ടില്ല. ആ പ്രശ്നം അതിനു മറുപടി പറഞ്ഞാലും പ്രശ്നത്തിൽ ഒരുപാട് പരിഹാരങ്ങൾ ഉണ്ടാകും. ഞാൻ ഈ ശബ്ദം ശ്രവിക്കുന്ന വളരെ കൃത്യമാണല്ലോ ചോദ്യം, അല്ലേ? മുസ്ലിമീങ്ങളൊക്കെ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ അവർ പറയുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം, അഭൗതികം, അദൃശ്യം, അങ്ങനെയാണ് അവർ പ്രാർത്ഥനയെ നിർവചിച്ചത്. ഇതാരാണ് പറഞ്ഞതെന്നാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഒരു നിർവചനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നാൽ ആ വിഷയം അവിടെ അവസാനിക്കും. സാധുക്കൾക്ക് ഈ 100 കൊല്ലം കൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇവർക്കത് കൊണ്ടുവരാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. അപ്പോൾ പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണല്ലോ. നമ്മുടെ ചോദ്യം എന്താണ്? ഇതാണ് ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമെന്ന് പറഞ്ഞത് ആരാണെന്നാണ്, അല്ലെ? ഒന്നും കൂടി വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട്. അതിന്റെ ബാക്കി കൂടി കേൾക്കാം. ഓൺലൈനിലൂടെ യൂട്യൂബിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന വഹാബികളോട് വളരെ സ്നേഹോഷ്മളമായി വെല്ലുവിളി നടത്തുകയാണ്. ധിക്കാരത്തോടുകൂടെ ഞങ്ങൾ അവരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വളരെ സ്നേഹത്തോടുകൂടെ ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ ആ നിർവചനം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അഭൗതികമെന്നും അദൃശ്യമെന്നൊക്കെ നിങ്ങൾ എഴുതിയ ആ നിർവചനം നിങ്ങൾ ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു? ഏത് ഇമാമിന്റെ വാക്കു ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ അത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തിന്റെ അരവരി കൊണ്ട് നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിയുമോ? അതിൽ നിങ്ങൾ തൊട്ടാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. എന്തേ കാരണം ഞാൻ അങ്ങനെ പറഞ്ഞത്? വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ മേൽ അവർ ശിർക്ക് ആരോപിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? മരണപ്പെട്ടുപോയ മഹാന്മാരുടെ ഇസ്തിഗാസ നടത്തുന്നു, അത് ശിർക്കാണ്. കാരണം എന്താണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായതേട്ടമാണ്. നമ്മൾ ഖുതുബിയത്ത് നടത്തുന്നു, യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ എന്ന് വിളിക്കുന്നു, അത് ശിർക്കാണ്. എന്താ കാരണം? മരണപ്പെട്ടുപോയവരോട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് സഹായം തേടുന്നു. നമ്മൾ നബി ദിനാഘോഷം നടത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചാൽ ശിർക്കാണെന്ന് ഇവർ പറയുന്നു. കാരണം അത് അവരുണ്ടാക്കിയ കാരണമാണ്. അതുപോലെ തന്നെ മങ്കൂസ് മൗലിദ് ഓതുന്നു. ശിർക്കാണ്. എന്താ കാരണം? മരണപ്പെട്ടുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടുകയാണ്. അത് സഹായം തേടിയാൽ എന്താ പ്രശ്നം? അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ഇതിനാണ് നമ്മൾ തെളിവ് ചോദിക്കുന്നത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം, അഭൗതികം, അദൃശ്യം എന്നൊക്കെ ഇങ്ങനെ ഒരു നിർവചനം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്?
ഇതാണ് ഇപ്പോൾ വളരെ കൃത്യമായുള്ള ചോദ്യം. ഇനി ഈ സാധുക്കൾ അതിന് മറുപടി പറയണേക്ക് വേറെ കാര്യം, ആമുഖമായിട്ട് ഇവരുടെ വീഡിയോ പ്ലേ ചെയ്യുന്നതിൻ്റെ മുമ്പ് ആമുഖമായിട്ട് പറയാനുള്ളത്, ഇദ്ദേഹം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോക്കൊന്നും പ്രതികരിക്കാതെ മുങ്ങിപ്പോയതാണ്. ഫത്ഹുൽ ബാരി ഉദ്ധരിച്ചുകൊണ്ട് ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പറഞ്ഞതിനെ ഇവർ ആക്ഷേപിച്ചപ്പോൾ കൃത്യമായിട്ട് മറുപടി കൊടുത്തു. പിന്നെ ഈ സാധുക്കളെ വൈക്ക് കാണാനില്ല. നിങ്ങൾ വലിയ മാന്യന്മാരാണെന്നൊക്കെയാണല്ലോ പറയുന്നത്, നിങ്ങളെ വീഡിയോയിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പം നിങ്ങൾ അതിന് മറുപടി പറയണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു മാന്യത? ഏതായാലും വിഷയത്തിലേക്ക് വരാം. കാരണം 2 ലക്ഷ്യമാണ് മൂപ്പർക്കുള്ളത്. ഒന്ന്, മൂപ്പർ കൊണ്ട് നടക്കുന്ന ഷിർക്കൻ വിശ്വാസത്തെ അല്ലെങ്കിൽ ആ അന്ധവിശ്വാസത്തെ അരക്കെട്ടുറപ്പിക്കണം എന്നാണ് ഒരു ലക്ഷ്യം. 2, അതിനെ വേരോടെ അറുത്തുമാറ്റുന്ന തൗഹീദിൻ്റെ അടിസ്ഥാനം, അതിന് വല്ല തെളിവുണ്ടോ എന്ന് അറിയും വേണം. തെളിവുണ്ടോ എന്ന് ചോദിക്കലൊക്കെ പിന്നെ അത് മാന്യമായി തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ആ നിലക്ക് നമ്മളതിനെ മുഖവിലേക്ക് എടുക്കുക. പക്ഷെ ആ തെളിവ് കേട്ടാൽ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് കൂടി അത് ഇൻഷാ അല്ലാഹ് അവർക്ക് തൗഫീഖ് ഉണ്ടാകട്ടെ. എന്തൊരു സ്വാലിഹായ മനുഷ്യനാണ്. എൻ്റെ മനസ്സിലുള്ളതൊക്കെ, എൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ ഷിർക്കൻ വിശ്വാസത്തെ സ്ഥാപിക്കുകയല്ല, നിങ്ങളുണ്ടാക്കിയ വ്യാജ തൗഹീദിനെയും നിങ്ങളുണ്ടാക്കിയ നിർമ്മിത ഷിർക്കിനെയും തകർക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് നിങ്ങളോട് ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് സത്യത്തിൽ ഉത്തരമില്ല. പിന്നെ വളരെ മാന്യമായിട്ട് തന്നെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞു, മാന്യമായിട്ട് മറുപടി പറഞ്ഞു. ഈ മാന്യത ഇനി ഈ വീഡിയോയെ കുറിച്ചും അതുപോലെ തന്നെ ഈ വീഡിയോക്ക് മറുപടി പറയാനും, അതുപോലെ മുമ്പ് പാതി വഴിയിൽ നിങ്ങൾ ഇട്ടോടിപ്പോയ ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറുപടി പറയാനും നിങ്ങൾക്കുണ്ടാവണം എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അദ്ദേഹം കാര്യങ്ങൾ പറയട്ടെ. ഏതായിരുന്നാലും ഈ ഭൗതികം അഭൗതികം, സാധാരണ കഴിവ് അസാധാരണ കഴിവ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അതുപോലെ തന്നെ അധീനം, സൃഷ്ടികളുടെ കഴിവ് സൃഷ്ടാവിൻ്റെ കഴിവ്, മറഞ്ഞ വഴി തെളിഞ്ഞ വഴി, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് പൊതുവെ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് സമൂഹം ധാരാളമായി കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേരളക്കാർ മലയാളത്തിലുള്ളവരാണ്, മലയാള ഭാഷയാണ് നമ്മളത്. അപ്പോൾ ആ നിലക്ക് പഴയകാല പണ്ഡിതന്മാർ KM മൗലവി റഹിമഹുല്ലാ, PK മൂസ മൗലവി റഹിമഹുല്ലാ, അങ്ങനെയുള്ള പണ്ഡിതന്മാർ, MCC അബ്ദുറഹ്മാൻ മൗലവിമാർ, അവരൊക്കെ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലാണ് ഈ പ്രയോഗങ്ങളൊക്കെ നടത്തിയത്. ഇതിനിപ്പോൾ അറബിയിൽ പലതും പറയും, ആദത്ത് ഗൈറു ആദത്ത്. ഈ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ തൗഹീദിന്റെ മാനദണ്ഡമായിട്ട് ഭൗതികം അഭൗതികം, അധീനം അതീതം അടക്കമുള്ള നിങ്ങൾ സാധാരണ പറയുന്ന ഈ വാക്കുകൾ ഈ KM മൗലവി ഇവരൊന്നും അല്ലാത്ത ലോകത്ത് വേറെ ആരും പറഞ്ഞിട്ടില്ലേ? എന്താ മലയാളത്തിൽ മാത്രമേ തൗഹീദുള്ളൂ? മലയാളത്തിൽ മാത്രമേ മുഅ്മിനീങ്ങളുള്ളൂ? മലയാളം സംസാരിക്കുന്ന അല്ലല്ലോ. ഇതിന് വേണ്ട, ഇനി മലയാളത്തിൽ തന്നെ നിങ്ങൾ ഈ പറയപ്പെട്ട ആൾക്കാരല്ലാതെ വേറെ ആരാണത് പറഞ്ഞിട്ടുള്ളത്? ഇത് നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ലേ? തൗഹീദ് ഷിർക്കിന്റെ മാനദണ്ഡമായിട്ട് ദൃശ്യം അദൃശ്യം, ഭൗതികം അഭൗതികം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അധീനം, ഇങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത് പറയും. അതേപോലെ തന്നെ സബബ് മുസബബ് ഇങ്ങനെ പലതും പറയും. അതേപോലെ സൃഷ്ടികളുടെ കയ്യാൽ നടക്കുന്നത് നടക്കാത്തത്, ഈ നിലക്കൊക്കെ പണ്ഡിതന്മാർ എന്തായിട്ടുണ്ട്, അറബി ഭാഷ ആദത്ത് ഗൈറു ആദത്ത് സബബ് മുസബിബ് ഇങ്ങനെയൊക്കെ പറയും. ഇതൊന്നും ഷിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമായിട്ട് പൊന്നു സഹോദര ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഇതല്ലേ ചോദ്യം. ഇത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ഷിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമായിട്ട് ഇത് പറഞ്ഞത് ആരാണ്? ഇത് പറഞ്ഞാൽ വിഷയം അവസാനിക്കും. അതന്നെ എൻ്റെ ചോദ്യത്തിലും പറഞ്ഞത്. ഇനി ഈ സാധുക്കൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് ഓരോ നൊണ്ടി ന്യായങ്ങൾ പറഞ്ഞിട്ട് രംഗത്ത് വരികയാണ്. ബാക്കി അദ്ദേഹം അടുത്തത് പറയട്ടെ. ആയിട്ടുണ്ട്, അറബി ഭാഷയിൽ അതുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നിർവചനത്തിന് ആയത്തുണ്ടോന്നാ ചോദ്യം. സൂറത്തുൽ ഇത് ഈ നിർവചനത്തിന് ആയത്തുണ്ടോന്ന്. എന്താ വിഷയം? എന്താണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അദൃശ്യമെന്നും അഭൗതികമെന്നും മനുഷ്യ കഴിവിന് അതീതമെന്നും സൃഷ്ടി കഴിവിന് അതീതമെന്നും ഒക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന പ്രാർത്ഥനയുടെ ആ നിർവചനം, അതിന് തെളിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ ഭൗതികമായ കഴിവുണ്ടോ അഭൗതികമായ കഴിവുണ്ടോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായങ്ങൾ എങ്ങനെ, ഇതിനെ പറ്റിയൊന്നുമല്ല നമ്മളെ ചർച്ച. മറിച്ച് ഷിർക്ക് തൗഹീദിന്റെ മാനദണ്ഡം ഇതാണോ എന്ന് ചോദ്യം. അതാണ്, അതിനാണ് മറുപടി പറയേണ്ടത്. മാത്രം ഈ മുസ്ലിയാരെ പോലെയുള്ളവർ പഠിച്ചിരുന്നെങ്കിൽ ലളിതമായി അതിൻ്റെ ഉത്തരവൾക്ക് എന്ത് ചെയ്യുക കിട്ടും. ഇപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്.
ലോകത്തിൻ്റെ റബ്ബിനാകുന്നു സർവസ്തുതിയും. അപ്പോൾ ലോകത്തിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ആലം വേറെയാണ്, റബ്ബ് വേറെയാണ്. റബ്ബ് ഖാലിഖാണ്, ആലം മഖ്ലൂഖാണ്. അഥവാ അള്ളാഹു അല്ലാത്ത എല്ലാം എന്താണ്? ആലമാണ്. ആലമിൻ്റെ പുറത്തുള്ളത് അള്ളയാണ്. ആലം എന്ന് പറഞ്ഞാൽ ഭൗതികം, ഭൗതികമല്ലാത്തത് അഭൗതികം. അപ്പോൾ ഭൗതിക വഴി അഭൗതിക വഴി. ഇത് സൂറത്തുൽ ഫാത്തിഹ 1-ാമത്തെ ആയത്ത് പഠിപ്പിച്ച കാര്യമാണ്. തഫ്സീർ നോക്കിയാൽ കിട്ടും. തഫ്സീർ ഇബ്നു കസീർ മാത്രം വായിച്ചു നോക്കിക്കോട്ടെ. ഈ കാര്യം എന്ത് ചെയ്യും? ഭൗതികം എന്നത്. ഒന്നാമത്തെ ചോദ്യം, തഫ്സീർ ഇബ്നു കസീറിൽ ആലം ഭൗതികം, റബ്ബ് അഭൗതികം, ഇത് തഫ്സീർ ഇബ്നു കസീറിൽ ഒന്ന് കാണിച്ചേരി. അത് മാത്രം പഠിച്ചാൽ മതി ഇതിന് തെളിവിന് മനസ്സിലാക്കാനെന്ന് പറയുന്നുണ്ട്. എങ്കിൽ ആ ഇബാർത്തണ് വായിച്ചാൽ പോരെ. പിന്നെ നിങ്ങൾ ഒരുപാട് മറ്റു ഇബാർത്തുകളിലേക്ക് കടക്കണ്ടല്ലോ. എനിക്ക് തന്നെ തോന്നി ഇതിനേക്കാൾ നല്ലത് പണ്ട് കായക്കൊടി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മുദ്ഹാമത്താന്ന് തെളിവ് പറഞ്ഞൂടെ. എന്തോ ഒരായത്ത് ഓതിയിട്ട് എന്തോ പറയാ. തഫ്സീർ ഇബ്നു കസീറിൽ അഭൗതികമായത് ആലമും ഭൗതികം ആലമും അഭൗതികം അള്ളാഹുമാണ്, റബ്ബാണ് എന്ന് പറയുന്ന ഒരു വാക്കൊന്ന് കൊണ്ടു കാണിച്ചേരി നിങ്ങൾ. തഫ്സീർ ഇബ്നു കസീർ നമ്മളെ കയ്യിലുണ്ട്, എല്ലാ വാള്യങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ നിങ്ങളാ പറഞ്ഞ ഇബാർത്ത് ഒന്ന് കാണിച്ചു തരണം. അത് ചോദിക്കാൻ കാരണമുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു ഇബാർത്ത് കൊണ്ടുവരി. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കണതെന്ന് ഞാൻ അപ്പം പറഞ്ഞുതരാം. അങ്ങനെ ഒരു ഇബാർത്ത് നിങ്ങൾക്ക് അതിൽ കാണിക്കാൻ കഴിയൂല. ഇനി വേണ്ട, ലോകത്താരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഭൗതികം ആലമും അഭൗതികം അള്ളാഹുവാണ് എന്ന്? പറഞ്ഞാൽ ബൂമറാങ് പോലെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങളിത് കുറേ വിശദീകരിച്ച് കുടുങ്ങിക്കണം. കൃത്യമായ തെളിവുകൾ നമ്മളെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഏതായാലും ഇബ്നു കസീർ നിങ്ങൾ ഈ പറഞ്ഞ സാധനമല്ല സാധുക്കളെ. വെറുതെ യൂട്യൂബിൽ വീഡിയോ ക്യാമറ ഓണാക്കുക, എന്തെങ്കിലുമൊക്കെ തഹ്ഖീഖ് വിളമ്പണത് പോലെ അങ്ങോട്ട് അടിച്ചു വിടുക. അല്ലെങ്കിൽ ഏറ്റവും നല്ലതാ ഇബ്നു കസീറിന്റെ ഉദ്ധരണി വായിക്കലല്ലേ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ആ ഇബ്നു കസീറിന്റെ ഉദ്ധരണി റബ്ബ് അഭൗതികവും ബാക്കിയുള്ള എല്ലാതും ഭൗതികവും എന്ന് പറഞ്ഞ, ആലം അഭൗതികവും ഭൗതികവും എന്ന് പറഞ്ഞ ആ ഇബാറത്ത് വായിക്കണം. മുങ്ങരുത്. ഇൽമുൽ ഗൈബ് പറഞ്ഞിട്ട് മുങ്ങിയതുപോലെ ദയവ് ചെയ്തിട്ട് മുങ്ങരുത്. കാരണം നിങ്ങൾ വളരെ മാന്യമായിട്ട് എൻ്റെ ചോദ്യത്തെ സമീപിച്ചതാണ്. വളരെ മാന്യമായിട്ട് വിനയാന്വിതനായിട്ട് നിങ്ങൾക്ക് മറുപടി പറയാണ്. ദയവ് ചെയ്തിട്ട് മുങ്ങരുത്. ഓക്കെ, ബാക്കി പറയട്ടെ. അതുണ്ടോ എന്നുള്ളത് മനസ്സിലാവും. ഇനി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അഥവാ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ആ സഹായ തേട്ടം ഏതാണ്? നമുക്ക് കാരണങ്ങളായി അള്ളാഹു എന്തൊക്കെ സംവിധാനിച്ചിട്ടുണ്ടോ അതെല്ലാം കിട്ടിയാലും അള്ളാഹുവിൽ നിന്ന് മാത്രമായി കിട്ടേണ്ട ഒന്നെന്താണ്? തൗഫീഖാണ്. ആ തൗഫീഖ് കിട്ടാതെ ഒന്നും നടക്കൂല. അതാണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, സർവ്വതിനും കഴിവുള്ളവൻ അള്ളാഹുവാണ്. അപ്പോൾ ആ ഇസ്തിആനത്ത് ആരുടെ പറ്റുള്ളൂ? അള്ളാഹിനോട്. തൗഫീഖിന് വേണ്ടിയുള്ള എന്തിനും ഏതിനും കഴിവുള്ള അള്ളാഹ്, ആ റബ്ബിനോടുള്ള ഇസ്തിആനത്ത് ഒരു സൃഷ്ടിയോട് നടത്താൻ പറ്റില്ല. അത് വലിയാകട്ടെ നബിയാകട്ടെ ആരാകട്ടെ നടത്തിയാൽ ആ നടത്തുന്ന പണിയാണ് ശിർക്ക്. അങ്ങനെ ഒരു വിചാരം വന്നാൽ പോലും എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്താണ് ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ ഇമാമുമാർ പറഞ്ഞിട്ടുള്ളത്? ഈ സാധുക്കൾ എന്താ വെച്ചാലേ, ഇമാമുമാർ എന്ത് ആവശ്യത്തിലാണ്, എന്ത് വിഷയത്തിലാണ് പറഞ്ഞത്, എന്ത് സന്ദർഭത്തിലാണ് പറഞ്ഞത്, ഇതൊന്നും അറിയാതെ എന്തെങ്കിലും ഒരു പൊട്ട് കാണുമ്പോഴേക്ക് ആണ് കൊണ്ടുവരികയാണ്. എന്നിട്ട് അതാണ് ശിർക്ക് തൗഹീദിന്, അതാണ് ഏറ്റവും രസം, അതാണ് ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡം എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട തഫ്സീറുൽ മാതുരീദി എന്താണ് ഈ വിഷയത്തെ പറ്റി ഫാത്തിഹയിൽ ഇയ്യാക നസ്തഈൻ എന്നതിനെ വിശദീകരിക്കുകയാണ്. ഫദാലിക ത്വലബുൽ മഊനതി മിനല്ലാഹി തആല അലാ ഖളാഇ ജമീഇ ഹവായിജിഹി ദീനൻ വ ദുനിയൻ, ദുന്യവിയായതും ദീനിയായതുമായ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. തൗഫീക്ക് മാത്രം അള്ളാഹിനോടും ബാക്കിയൊക്കെ സൃഷ്ടികളോട് എന്നുള്ളതല്ല, എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. ഇങ്ങനെയാണ് തഫ്സീറുൽ മാതുരീദി വിശദീകരിക്കുന്നത്. ഇനിയോ തഫ്സീറു ത്വബരിയിലും ഇത് തന്നെ കാണാം. ഇയ്യാക നസ്തഈൻ വ ഇയ്യാക റബ്ബനാ നസ്തഈനു അലാ ഇബാദത്തിനാ ഇയ്യാക വ ത്വാഅത്തിനാ ലക വഫി ഉമൂരിനാ കുല്ലിഹാ, എല്ലാ കാര്യത്തിലും അള്ളാഹുവിനോട് എന്നാണ്. തൗഫീക്ക് മാത്രം ചോദിക്കലും ബാക്കിയൊക്കെ ബാക്കിയോട് ചോദിക്കലും എല്ലാതും അള്ളാഹുവിനോട് എന്നാണ്. അതിൽ തന്നെ തഫ്സീറു ത്വബരിയുടെ ബാക്കി ഭാഗങ്ങൾ വനഹ്നു ബിക നസ്തഈനു ഫീ ജമീഇ ഉമൂരിനാ മുഖ്ലിസീന ലക ഇബാദ,
എല്ലാം അള്ളാഹിനോട് ചോദിക്കുകയാണ്. ഇനിയോ അതിന്റെയും താഴെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളെ കൊണ്ട് ഉദ്ധരിക്കുന്നുണ്ട്, ഇയ്യാക നസ്തഈനു അലാ ത്വാഅതിക വ അലാ ഉമൂരിനാ കുല്ലിഹാ. എല്ലാറ്റിലും അള്ളാഹിനോട് ചോദിക്കുക എന്നാണ്. ഇല്ലാതെ തൗഫീക്ക് മാത്രം അള്ളാഹിനോട് ചോദിക്കുക, ബാക്കിയുള്ളതൊക്കെ ചോദിക്കുക, അതൊന്നും അവിടെ അങ്ങനെയൊന്നുമല്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഈ തൗഫീഖ് ചോദിക്കുക എന്നുള്ളത് എന്താണ്? അത് തഫ്സീർ അബു സഊദ് പോലെയുള്ള തഫ്സീറുകൾ നോക്കിയാൽ കാണാം. അത് നിസ്കാരത്തിൽ നിൽക്കുന്ന ഒരാള് ഇബാദത്തിന് വേണ്ടിയിട്ടുള്ള തൗഫീഖ് അള്ളാഹുവിനോട് ചോദിക്കുക. കാരണം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അവർ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ എന്താണ് ആ ഇബാദത്തിനെ അദാഉ ചെയ്യാൻ ആവശ്യമായത് ആ തൗഫീഖ് അള്ളാഹുവിനോട് ചോദിക്കുക. ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങളാണ് മഹാന്മാർ പറഞ്ഞത്. അപ്പൊ ഈ സാധുക്കളെ വിചാരം തൗഫീഖ് അള്ളാഹിനോട് ചോദിക്കുക, ബാക്കിയുള്ളതൊക്കെ ആരോടും ചോദിക്കുക, ഇങ്ങനെയാണോ? ഒരു എന്താ പറയാ, ലക്കും ലഗാനും ഇല്ലാത്ത വിശദീകരണമാണ്. ഇമാമുമാർക്കൊന്നും പരിചയമില്ല. മാത്രമല്ല ഇതൊക്കെ ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡം ആണ് എന്ന് ആരാ പറഞ്ഞത്? നമ്മളെ ചോദ്യം അതാണ്. ഇതിനൊക്കെ തെളിവുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അടുത്ത ഇബാറത്ത് വായിക്കണ്ടല്ലോ, ഇതന്നെ വായിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പൊ ഇതൊക്കെ ലോക തട്ടിപ്പാണ്. നിങ്ങൾ സത്യത്തിൽ അതുകൊണ്ട് പറഞ്ഞു കുടുങ്ങിക്കാണ്. ഇനി ബാക്കി പറയട്ടെ. ഇയാളെ പോലുള്ള ആളുകൾ എന്ത് ചെയ്യൂല, ചോദിക്കൂല. ഇനി ഏതാണ് ഇമാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇമാം റാസി റഹിമഹുല്ലാ ഈ വിഷയം ഒന്നുകൂടി പിന്നെ പഠിപ്പിച്ചത് ഹുവല്ലദി അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീന എന്ന സൂറത്ത് അൻഫാലിലെ പിന്നെ 62-ാമത്തെ ആയത്ത്. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പിന്നെ ഒന്ന്, ഹുവല്ലദി അയ്യദക ബിനസ്രിഹി, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് പ്രവാചകരെ നിങ്ങൾക്ക് അള്ളാഹു ശക്തി നൽകിയിരിക്കുന്നു. വബിൽ മുഅ്മിനീന, മുഅ്മിനുകളെ കൊണ്ടും ശക്തി നൽകിയിരിക്കുന്നു. സൂറത്ത് അൻഫാലിലെ ആയത്താണ്. ഇവിടെ അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹ്, ശക്തി കിട്ടുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നല്ലാതെ ഇല്ല. ലാക്കിന്നഹു അലാ ഖിസ്മൈനി, അത് രണ്ട് തരത്തിലുണ്ട്. അഹദുഹുമാ മാ യഹ്സുലു മിൻ ഗൈരി വാസിത അസ്ബാബിൻ മഅലൂമ മുഅ്താദ, സാധാരണ നിലക്ക് അറിയപ്പെടാത്ത കാരണങ്ങൾ മുഖേനയല്ലാതെ. ഇപ്പോൾ ഈ പിന്നെ മിൻ ഗൈ സാധാരണ നിലക്ക് അറിയപ്പെടാത്ത കാരണങ്ങൾ എന്നല്ല അവിടെ പറഞ്ഞത്, സാധാരണ നിലക്ക് അറിയപ്പെടുന്ന കാരണങ്ങൾ അല്ലാതെ. അതിന് ഇൻഷാല്ലാ ഞാൻ ആ ഇബാറത്ത് ശരിക്ക് കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. ഇയാൾ വല്ലാത്ത പെടലാണ് പെടുന്നത്. വാസിത്ത അസ്വാബിൻ മഅലൂമ മുഅ്താദ എന്ന് പറഞ്ഞില്ലേ, ഇതാണ് കാര്യകാരണ ബന്ധവും അതീതവും അധീനവും. മനസ്സിലായോ? കാര്യകാരണ ബന്ധം, അധീനം, അതീതം എന്ന ഒരു ചർച്ച തന്നെ അവിടെ ഇല്ല. അവിടെ എന്താണുള്ളത് ഞാൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിക്കുന്നത് ഏതാണ് ആയത്ത്? സൂറത്തുൽ അൻഫാൽ. വഇൻ യുരീദു അൻ യഖ്ദഉക ഫഇന്ന ഹസ്ബകല്ലാഹ് ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ വഅല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫത ബൈന ഖുലൂബിഹിം വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും ഇന്നഹു അസീസുൻ ഹകീം. ഈ ആയത്തിന്റെ വിശദീകരണമാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് പറഞ്ഞു. ഇയാൾ വായിച്ചത് നമ്മൾ വായിച്ച ശരിക്കും അർത്ഥം പറഞ്ഞു നോക്കണേ. നോക്കുക. ഖുൽന അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹ് ഹുവല്ലദീ അയ്യദക, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശക്തിപ്പെടുത്തി. എങ്ങനെ? ബിനസ്രിഹി, അള്ളാഹുവിന്റെ സഹായം കൊണ്ടും വബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ കൊണ്ടും. എന്നിട്ട് പറയാണ് ഈ തഈദ് ലൈസ ഇല്ലാ മിനല്ലാഹ്, തഈദ് അള്ളാഹുവിൽ നിന്നാണ്. മുഅ്മിനീങ്ങളെ കൊണ്ട് ശക്തിപ്പെടുത്തിയപ്പോഴും അള്ളാഹുവിന്റെ നസ്ർ കൊണ്ട് ശക്തിപ്പെടുത്തിയപ്പോഴും തഈദ് ആരാണ്? അള്ളാഹുവാണ് തഈദ് നടത്തിയത്. എന്നിട്ട് പറയാണ് ലാകിന്നഹു അലാ ഖിസ്മൈനി, രണ്ട് രൂപത്തിലാണ് ആ തഈദ് നടത്തിയത്. ഒന്ന് മാ യഹ്സുലു, നോക്കണം, മാ യഹ്സുലു മിൻ ഗൈരി വാസിതത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദത്തിൻ, സാധാരണമായതും അറിയപ്പെട്ടതുമായ കാരണങ്ങൾ വാസിത കൂടാതെ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറന്നല്ല, സാധാരണ കാരണവും അറിയപ്പെട്ട കാരണവും അല്ല. കാര്യകാരണമൊക്കെ ഉണ്ട്, പക്ഷെ സാധാരണ കാരണവും അറിയപ്പെട്ട കാരണവും അല്ല. ഇതല്ലേ അവിടെ അർത്ഥമുള്ളത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമാണ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? നിങ്ങളുടെ വക ചേർത്തതല്ലേ? എന്തോന്ന് വായിച്ചിട്ട് എന്തോന്ന് അർത്ഥം പറയല? അല്ല, വളരെ വ്യക്തമല്ലേ ഇത്? മാ യഹ്സുലു മിൻ ഗൈരി വാസിതത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദത്തിൻ. ലഫ്ളം ബിലഫ്ള് നോക്കി. മാ ഒരു കാര്യം, യഹ്സുലു അത് കരസ്ഥമാകും, മിൻ ഗൈരി വാസിതത്തിൻ ഒരു വാസിത കൂടാതെ. എന്തിന്റെ വാസിത? അസ്ബാബിൻ കാരണങ്ങൾ, മഅലൂമത്തിൻ അറിയപ്പെട്ടതും, മുഅ്താദത്തിൻ സാധാരണമായതുമായ. അപ്പൊ സാധാരണവും അറിയപ്പെട്ടതുമായ കാരണങ്ങൾ ഇല്ലാത്ത സഹായം. പിന്നെ വസാനി രണ്ടാമത്തത് മാ യഹ്സുലു ബി വാസിതത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദത്തിൻ അറിയപ്പെട്ടതായ സാധാരണമായ കാരണങ്ങൾ മുഖേനയുള്ള സഹായം.
ഇതിലെവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം? ബാക്കി പറയും ഇല്ല എന്നുള്ള പ്രശ്നമല്ല. ഇനി വസാനി മാ യഹ്സുലു ബിവാസിത അസ്ബാബിൻ മഅലൂമ മുഅ്താദ, സാധാരണ അറിയപ്പെട്ട കാരണങ്ങൾ മുഖേന കിട്ടുന്നത്. അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം എന്ന് പറഞ്ഞാൽ. അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ അവിടെ അർത്ഥം പറഞ്ഞത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം. ഇതിപ്പോ നിങ്ങളെ വക ചേർത്തി കൊടുക്കുകയാണ്. അവിടെ ഉള്ളതോ അറിയപ്പെട്ടതും സാധാരണവുമായ കാരണം, അത് മുഖേനയും അത് മുഖേന അല്ലാതെയും. ഇതല്ലേ അവിടെ ഉള്ളത്. എന്നിട്ട് എവിടുന്നാണ് നിങ്ങൾക്ക് ഈ അർത്ഥം കിട്ടിയത്? ബാക്കി എൻ്റെ അധീനം, ഈ സ്ഥലം എൻ്റെ അധീനത്തിലാണെന്ന് പറയില്ലേ, സ്ഥലമൊക്കെ നിങ്ങൾക്ക് അധീനാക്കി തരാം. ഇത് എവിടുന്നാ കിട്ടി നിങ്ങൾ പറയും. അതാണ് ഇപ്പൊ പ്രയോഗം. എന്നിട്ട് ഫൽ ഔവൽ, ഒന്നാമത്തത് ഹുവൽ മുറാദു മിൻ ഖൗലിഹി അയ്യദക ബിനസ്രിഹി, തെളിവാണ്, ആയത്താണ്. ഇതിലെവിടെയാണ് ആയത്ത്? എന്തോ ഒരു ആയത്ത് ഓതിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കായക്കൊടി പറഞ്ഞതുപോലെ മുദ്ഹാമത്താൻ എന്ന് പറഞ്ഞിട്ട് ആയത്ത് തെളിവ് എന്ന് പറഞ്ഞ പോലെ അല്ലേ ഇത്? ഇതിലെവിടെയാണ്? നമ്മുടെ ചോദ്യം എന്താണ്? ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡം. ഇവിടെ വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ശക്തി നൽകി. അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അറിയപ്പെട്ടതും സാധാരണവുമായ കാരണങ്ങൾ മുഖേന നബി തങ്ങളെ സഹായിച്ചു. മറ്റൊന്ന്, അറിയപ്പെട്ടതും സാധാരണവുമായ കാരണങ്ങൾ മുഖേന അല്ലാതെ സഹായിച്ചു. ഇതിലെവിടെ ശിർക്ക് തൗഹീദ് കൂട്ടരെ? അതല്ലേ ചോദ്യം. ശിർക്ക് തൗഹീദല്ലേ ഇതിൽ നിങ്ങൾ കാണിച്ചു തരേണ്ടത്. ഇങ്ങോട്ട് ആയത്ത് പിടിച്ചോളി എന്നൊക്കെ പറയുമ്പോ വല്ലാത്ത സാധനം തന്നെ. തെളിവിച്ചത് വസാനി ഹുവൽ മുറാദു മിൻ ഖൗലിഹി വബിൽ മുഅ്മിനീന. കണ്ടോ ഈ നിർവചനം? ഇത് ഖുർആൻ നിർവചനമല്ല, ഇത് ആയത്തിൽ നിർവചനം പറഞ്ഞ്. ഇതിലെവിടെ ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡം പറഞ്ഞ്? ഒരു ഇബാറത്ത് വായിച്ചിട്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക. ഇബാറത്ത് നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ പെടും. ഈ ഇബാറത്തിൽ നിങ്ങൾ പറഞ്ഞത് ഇല്ല സഹോദര. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്നില്ല. ഇനി നമ്മൾ വെറുതെ പറയല്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ് വിശദീകരിച്ചത്. ഇനി വേണമെങ്കിൽ തഫ്സീറു ഹാസിൻ നോക്ക്, ഒന്നുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. തഫ്സീറു ഹാസിനിൽ ഈ പറഞ്ഞതിനെ ഒന്നുകൂടി വാളിഹായിട്ട് പറയുന്നുണ്ട്. നോക്കുക. ഖുൽതു അത്ഈദു വന്നസ്റു മിനല്ലാഹി അസ്സ വജല്ല വഹ്ദ, അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്ത്? തഈദ്, ശക്തിപ്പെടുത്തൽ. സാധാരണ കഴിവ് സൃഷ്ടികളോടും അസാധാരണ അള്ളാഹിനോടും എന്നല്ല, രണ്ടും അള്ളാഹുവിൽ നിന്നാണ്. പക്ഷേ ലാകിന്നഹു യകൂനു ബി അസ്ബാബിൻ ബാത്തിനത്തിൻ. ആണോ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, അസ്ബാബിൻ ബാത്തിനത്തിൻ, കാരണം ഇല്ല എന്നല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്നല്ല. ബി അസ്ബാബിൻ ബാത്തിനത്തിൻ, ആന്തരികമായ അതല്ലെങ്കിൽ പരോക്ഷമായ ഒരു കാരണം കൊണ്ട്, ഗൈരി മഅലൂമത്തിൻ, അറിയപ്പെടാത്ത ഒരു പരോക്ഷമായ കാരണം കൊണ്ടുള്ള സഹായവും. വബി അസ്ബാബിൻ ലാഹിറത്തിൻ മഅലൂമത്തിൻ, മഅലൂമായ ലാഹിറായ ഒരു വാസിത്വ മുഖേനയും. ഇതാണ് അതിൽ പറഞ്ഞത് എന്ന്. പിന്നെ ഫഅമ്മല്ലദീ യകൂനു ബിൽ അസ്ബാബിൽ ബാത്തിന ഫഹുവൽ മുറാദു ബിഖൗലിഹി ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി എന്ന് പറഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങൾ വിശദീകരിക്കണം. അപ്പോൾ ഇവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്ന് നിങ്ങൾക്ക് തെളിവ് പറയാൻ യാതൊരു വകുപ്പും ഈ ഇബാറത്തിൽ ഇല്ല. മനസ്സിലായോ? ആയത്ത് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെയൊന്നും എന്താവരുത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ദയവ് ചെയ്തിട്ട്. ഇനി അടുത്തത് ബാക്കി, ഇനി ഇദ്ദേഹത്തിന് എന്താ പറയുള്ളത് നോക്കുക. പണ്ഡിതന്മാർ നമ്മളെ അറിയിച്ച കാര്യവുമാണ്. ഇനി ഇമാം നവവി റഹിമഹുല്ല തൻ്റെ അർബഊൻ നവവി എന്ന കിതാബിന് വിശദീകരണം എഴുതിയപ്പോൾ ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ എന്ന ഹദീസ് വിശദീകരിച്ചിട്ട് അവിടെ ഈ രണ്ട് കാര്യവും പറയാണ്. അവിടെ ലം തെജിരിൽ ആദ ബിജരിയാനിഹ അല ഐദി ഖൽഖിഹി, സൃഷ്ടിയുടെ കൈകളിലൂടെ നടന്നു കിട്ടാത്തത്. അപ്പം എന്തായി? സൃഷ്ടികളുടെ കഴിവ് എന്നായി. സൃഷ്ടാവിൻ്റെ കഴിവ്, അതാണ് ഹിദായത്ത് കിട്ടുക, അതേപോലെ തന്നെ ഇൽമിൽ നമുക്ക് ഫഹ്മ് കിട്ടുക, രോഗം ഷിഫാ കിട്ടുക, ആഫിയത്ത് കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ അതോടൊപ്പം തന്നെ സൃഷ്ടികളുടെ കയ്യാൽ നടക്കുന്നത്, ഒരാൾക്ക് ഹിദായത്തിൻ്റെ വഴി പറഞ്ഞു കൊടുക്കുക, ഒരാൾക്ക് ഇൽമ് എത്തിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇമാം നവവി റഹിമഹുല്ല അടക്കം വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തെളിവില്ല എന്ന് ഇനി പറയുന്നത് തെളിവാണ്. നമ്മൾ അതായത് തെളിവിന്റെ കൂമ്പാരം ഇങ്ങനെയൊന്നും ചിരിപ്പിക്കരുത് കാര സലാഹി. പിന്നെ ഈ ഇബാറത്തുമായി ബന്ധപ്പെട്ട് വേറെ വിഷയമുണ്ട്, അത് നമ്മളിപ്പോൾ പറയണില്ല, അത് നമുക്ക് സൗകര്യപൂർവ്വം മറ്റൊരു സമയത്ത് പറയാം. ഇപ്പം ഈ വായിച്ച ഇബാറത്തിൽ നമുക്ക് നോക്കുക, എന്താണ് ഇയാൾക്ക് ആ ഇബാറത്ത് ശരിക്കും വായിക്കാനൊരു മടി അല്ലേ? ആ ബഹുമാനപ്പെട്ട നവവി ഇമാമിന്റെ ഇബാറത്ത് എന്ന് പറഞ്ഞ അദ്ദേഹം കൊണ്ടുവന്ന ആ ഇബാറത്ത് ഒന്ന് വായിച്ചു നോക്കുക, എന്താണ് പറയണത് എന്ന്. ശരിക്കും അർത്ഥം വെച്ചാൽ ഇതിപ്പോൾ പൊളിഞ്ഞ് പാളീസാകണം നമുക്ക് കാണാം. നോക്കാം.
എന്തിനാ തെളിവ് പറയുന്നത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം, അഭൗതികം, അദൃശ്യം, ഇതൊക്കെയാണ് ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡം. ഇത് പറയാനാണല്ലോ തെളിവ് പറഞ്ഞത്. അത് ഇവിടെ ഉണ്ടോന്നൊന്ന് നോക്കാം. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഅൽത ഫസ്അലില്ലാഹ്. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. ഇത് തവക്കുലിന്റെ ഉന്നതമായ മഖാമിനെ കുറിച്ചാണ് പറയുന്നത്. ഇവര് പറഞ്ഞ ഇസ്തിഹാസി തവസ്സുലും പറ്റൂലെന്നോ, അഭൗതിക കാരണ, ദൃശ്യം, ഇതൊന്നും അവിടെ ഇല്ല. അത് ബാക്കി വായിക്കും മനസ്സിലാവും. നോക്കുക. ഇശാറത്തുൻ ഇലാ അന്നൽ അബ്ദ ലാ യൻബഗി ലഹു അൻ യുഅല്ലിഖ സിർറഹു ബിഗൈരില്ലാഹ് ബൽ യതവക്കലു അലൈഹി ഫി സായിരി ഉമൂരിഹി. മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടാണ് നടത്തേണ്ടത്. സാധാരണ കാരണം നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്തോളി, അസാധാരണ അള്ളാഹുവിനോട് തവക്കുലാക്കുക എന്നല്ല. എല്ലാ കാര്യവും അള്ളാഹുവിലേക്ക് തവക്കുലാക്കുകയാണ്. പിന്നെ അത് വിശദീകരിക്കുകയാണ്. ഈ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ എന്താണ്? സുമ്മ ഇൻകാനത്തിൽ ഹാജത്തുല്ലത്തി യസ്അലുഹാ ലം തജിൽ ആദത്തു ബിജറിയാനിഹാ അലാ ഐദി ഖൽഖിഹി. എന്താ? സൃഷ്ടികളുടെ കൈകളിലൂടെ നടക്കാത്ത അങ്ങനത്തെ കാര്യമാണെങ്കിൽ ഇതുപോലെ ത്വലബിൽ ഹിദായത്തി, ഹിദായത്തിനെ ചോദിക്കുക എന്നുള്ളത് അതന്നെ ഇവർക്ക് എതിരല്ലേ? കാരണം ഹിദായത്ത് വിശുദ്ധമായ ഖുർആനിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് വഹ്ദിനാ ഇലാ സവാഇസ് സിറാത്ത്, അല്ലേ, ഞങ്ങളെ ഹിദായത്തിലാക്കണേ എന്ന് പറയുന്നുണ്ട്. സവാഉസ് സിറാത്ത്, യഥാർത്ഥ വഴിയിലേക്ക് ഞങ്ങളെ മാർഗദർശനം നടത്തണേ എന്ന് ചോദിക്കണില്ലേ? അപ്പൊ ശിർക്ക. ഇനി അടുത്തത് പിന്നെ ഇൽമ് ത്വലബിൽ ഹിദായത്തി, ഹിദായത്ത് തേടുന്നത് പോലെ വൽ ഇൽമി, ഇൽമാരോട് ചോദിക്കാൻ പറ്റൂലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസുകൾ ഡസൻ കണക്കിന് കാണാൻ. അല്ലിംനി യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് നബി തങ്ങളോട് ഇൽമു ചോദിച്ചാൽ ശിർക്കാണെന്ന. പിന്നെ വൽ ഫഹ്ം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഹദീസ് മനപ്പാടമാകാത്ത പ്രയാസം ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിച്ച രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫിൽ ഖുർആനി വസുന്നത്തി. പിന്നെ വശിഫാഇൽ മർദ്, ഷിഫാഉൽ മർദ് ആരോടും ചോദിക്കാൻ പറ്റൂലേ? രോഗം ശിഫയാകാന് ഡോക്ടറെ അടുത്തൊന്നും പോകാൻ പറ്റൂലേ? വഹുസൂലുൽ ആഫിയ മിൻ ബലാഇദ് ദുനിയ വഅദാബിൽ ആഖിറ സഅല റബ്ബഹു ദാലിക. ഇതൊക്കെ റബ്ബിനോടാണ് ചോദിക്കേണ്ടത്. ഇവിടെ ഇവര് പറഞ്ഞതല്ല കേട്ടോ വിഷയം, റബ്ബിനോടാണ് ചോദിക്കേണ്ടത്. വഇൻകാനത്തിൽ ഹാജത്തുല്ലത്തി യസ്അലുഹാ ജറത്തിൽ ആദ. ഇനി സാധാരണ നിലക്ക് നടക്കുന്നത് അതോ അന്നഹു സുബ്ഹാനഹു വതആല യജ്രിഹാ അലാ ഐദി ഖൽഖിഹി, സാധാരണ മനുഷ്യന്മാരിലൂടെ നിർവഹിക്കുന്ന കാര്യം. ഏതുപോലെ? കൽ ഹാജത്തിൽ മുതഅല്ലിഖത്തി ബി അസ്ഹാബിൽ ഹിർഫി വസ്സനാഇഇ വഉലാത്തിൽ ഉമൂരി, കൈകാര്യകർത്താക്കളുടെ മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജോലിക്കാര്, അസ്ഹാബുൽ ഹിർഫി വസ്സനാഇഇ, സാധാരണ നമ്മുടെ വീടുകളിലും ഇവിടെയൊക്കെ അല്ലെങ്കിൽ മനുഷ്യ സഹജമായ ജോലികൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് നിങ്ങൾ ഓരോട് ചോദിച്ചോളി എന്നല്ല അവിടെയും പറഞ്ഞത്. സഅലല്ലാഹു തആല, അതും അള്ളാഹിനോട് ചോദിക്കണം എന്നാണ്. എങ്ങനെ? അതും അള്ളാഹുവിനോട് ചോദിക്കണം. എന്തിന്? അയ്യഅതിഫ അലൈഹി ഖുലൂബഹും ഫയഖൂലു അല്ലാഹുമ്മ ഹന്നിൻ അലൈനാ ഖുലൂബ ഇബാദിക വ ഇമാഇക വമാ അശ്ബഹ ദാലിക. അപ്പൊ രണ്ടും അള്ളാഹിനോട് ചോദിക്കണം എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ അതിങ്ങനെ ഒന്നും കൂടി വന്നാൽ കാണാം വ അമ്മാ സുആലുൽ ഖൽഖി വൽ ഇഅ്തിമാദി അലൈഹിം ഫമദ്മൂമുൻ. എങ്ങനെ? ജനങ്ങളോട് ചോദിക്കുക, ജനങ്ങളെ അവലംബിക്കുക എന്നത് ഫമദ്മൂമുൻ, അത് ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ് എന്നാണ് ഇമാം നവവി തങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ശിർക്ക് തൗഹീദിന് അവിടെ മാനദണ്ഡവും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല സാധാരണവും അസാധാരണവും ഒക്കെ ആരോട് ചോദിക്കണം? അള്ളാഹിനോട് ചോദിക്കണം എന്നാ പറയുന്നത്. അത് തവക്കുലിന്റെ ഉന്നതമായ മർത്തവനെ പറ്റിയിട്ടാണ് ആ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന നിർമ്മിത ശിർക്കും തൗഹീദും നവവി ഇമാം അവിടെ തൊട്ടിട്ടേ ഇല്ല. ആ പറയപ്പെട്ട ഇബാറത്തിൽ അത് ഇല്ലേ ഇല്ല. ഇതാണോ നിങ്ങളുടെ തെളിവ്? ഇതിലെവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം ചോദിച്ച ശിർക്കാണ്, അഭൗതികമായ കാര്യങ്ങൾക്ക് ചോദിച്ച ശിർക്കാണെന്ന് ഇതിലെവിടെ? നിങ്ങൾ പറഞ്ഞ അഭൗതികം തന്നെ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. റാസിമ തഫ്സീർ ഇബ്നു കസീർ വായിക്കാൻ പറഞ്ഞല്ലോ, അതിലാ സംഭവം ഇല്ല. ഇനി പറഞ്ഞ അഭൗതികത്തിന് വല്ല തെളിവുണ്ടോ? അതോട്ടില്ലേനും. വേറെ വല്ല പണി നോക്കിക്കൂടെ നിങ്ങൾക്ക്? ഇങ്ങനെയൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണോ? വലിയ ബുദ്ധിജീവിയായിട്ട് ഇരിക്കുകയാണല്ലോ. ഇനി പിന്നെ ബാക്കി ഇതിന്റെ ബാക്കി ഇങ്ങനെ നോക്കിയാൽ എന്താ പറയുക നോക്കുക. പിന്നെ ഇതിലൂടെ മൂപ്പർ സ്ഥാപിച്ച അല്ലെങ്കിൽ മൂപ്പർ ലക്ഷ്യം വെച്ച കാര്യം എന്താ? ആ ലക്ഷ്യം വെച്ച കാര്യം എന്താണ്? ഒന്ന്, മരണപ്പെട്ടവരോട് വിളിച്ച് സഹായം തേടുക. അത് ഇസ്ലാമിലില്ല. നിങ്ങളാ നേരത്തെ പറഞ്ഞ ഇബ്നു കസീർ ഇല്ലേ, അത് നിങ്ങൾ കണ്ടുകണോ? ആ ഇബ്നു കസീർ സൂറത്തു നിസായിലെ 64-ാമത്തെ ആയത്തിന് എങ്ങനെ വിശദീകരിക്കുന്നത്? യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ദുമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അകമു
നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ബാക്കിയൊന്നും ഞാനിപ്പോൾ പറയണില്ല. ബാക്കി വായിക്കും. കാരണം മരണപ്പെട്ടവർ കേൾക്കൂല, അവരറിയില്ല, ഒന്നുമില്ല. അവരെ വിളിച്ച് സഹായം തേടിയിട്ട് കാരണം മരണപ്പെട്ടവർ കേൾക്കൂല, അറിയില്ല, ഒന്നുമില്ല. ഓ, എന്താണ് ആ വർത്താനം? മരിച്ചാലൊക്കെ കഴിഞ്ഞു എന്നുള്ള എത്ര ഗുരുതരമായ തിന്മയാണ്, തെറ്റാണ് ഇവർ ഈ സമൂഹത്തിന് പഠിപ്പിക്കുന്നത്. മരിച്ചാൽ കേൾക്കൂല, അറിയില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ആലമുൽ ബർസഖിനെ പറ്റി വല്ല ചിന്തയുണ്ടോ? ആലമുൽ മഹ്ശർ, പരലോകത്തെ പറ്റിയിട്ട് വല്ല ധാരണ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഇബ്നു കസീറെങ്കിലും ഒന്ന് എടുത്തു നോക്കിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇബ്നു കസീർ റഹിമഹുല്ല അവിടുത്തെ തഫ്സീർ എത്രാമത്തെ വാള്യം? 3-ാമത്തെ വാള്യത്തിൽ സൂറത്തു റൂം അതിനെ വിശദീകരിച്ചിട്ട് എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇബ്നു കസീർ പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഇബ്നു കസീർ എടുത്തത്. അപ്പൊ ആ ഇബ്നു കസീർ നിങ്ങൾ കണ്ടുകൊണ്ടൊന്നും നോക്കണല്ലോ. ആ ഇബ്നു കസീർ എത്ര പേജുകളോളം അതിനെ വിശദീകരിക്കുക. ഈ പേജ് മൊത്തം അതിനെ വിശദീകരിക്കുകയാണ്. മരണപ്പെട്ടവർ കേൾക്കുന്നതുമായി ബന്ധപ്പെട്ട, മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നല്ല, പലതും ഉണ്ട് എന്നാണ് ഇബ്നു കസീർ ഇതിൽ സ്ഥാപിക്കുന്നത്. ഒറ്റ ഇബാറത്ത്, ഒരു പൊട്ട് മാത്രം വായിക്കണം. വസ്സലഫു, ഇവരെ സലഫികളല്ല, മുൻഗാമികളായ പണ്ഡിതന്മാർ, മുജ്നിഊന അലാ ഹാദാ, മരണപ്പെട്ടവർക്ക് ഇങ്ങനെ കേൾക്കാൻ ഇതിനൊക്കെ കഴിയുമെന്നതിന്റെ മേലിൽ അവർ ഇജ്മാ ഉണ്ട്. അവരെ തൊട്ടുള്ള ആസാറുകൾ മുത്തവാത്തിറായിട്ട് അനിഷേധ്യമായ രൂപത്തിൽ വന്നിട്ടുണ്ട്. ആര്? നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ ഇബ്നു കസീർ വന്നിട്ടുണ്ട്. എന്ത്? അന്നൽ മയ്യിത്ത് യഅരിഫു ബിസിയാറത്തിൽ ഹയ്യി ലഹു വയസ്തബിശിർ. മയ്യിത്ത് സിയാറത്ത് ചെയ്യുന്ന ആളുകളെ അറിയുകയും അതുകൊണ്ട് അയാൾ സന്തോഷിക്കുകയും ചെയ്യും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് സംഭവങ്ങൾ, മറ്റു പല ചരിത്രങ്ങളും ഇബ്നു കസീർ ഇതിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നിങ്ങൾ അംഗീകരിക്കുന്ന മറ്റു പല ഇമാമുമാരും ഇത് പറയുന്നുണ്ട്. അപ്പോഴാണ് കാരസ്വലാഹി വന്നിട്ട് പറഞ്ഞത് മരിച്ചാൽ കഴിഞ്ഞ്. നമുക്കൊറ്റ മറുപടി ശരിക്കും പറയേണ്ടതുള്ളൂ. മക്കാ മുശ്രിക്കീങ്ങൾ അല്ലെ, പരലോകത്ത് വിശ്വാസമില്ലാത്ത ആൾക്കാർ പറഞ്ഞിരുന്നു, വകാനൂ യഖൂലൂന അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ അവ ആബാഉനൽ അവ്വലൂൻ. അത് മരിച്ചാൽ എല്ലും തോലായിട്ട് മണ്ണായി പോയില്ലേ, പിന്നെന്ത് പുനർജന്മം എന്ന് ചോദിച്ചല്ലോ. അതിന് മറുപടിയായിട്ട് ഖുർആൻ പറയുന്നു, ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീന ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം. ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ഇതേ പറ്റിയ മറുപടി ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പലതും ഉണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പലതും ചിലപ്പോൾ നിഷേധിക്കും. അള്ളാഹു നിങ്ങളെ തൊട്ട് ഉമ്മത്തിനെ കാത്തു രക്ഷിക്കട്ടെ എന്നേപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളൂ. മരിച്ചാൽ കഴിഞ്ഞ്. ഇനി ബാക്കി മുസ്ലിമിന്റെ പൊരുത്തം ആഗ്രഹിക്കുക, അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള കാര്യമാണ്. അതേപോലെ മങ്കൂസ് മൗലി പോയിട്ട് പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടി തേടുക. പാപങ്ങൾ പുറത്ത് കിട്ടാൻ നബി അല്ല. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചാൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്നതാണ് ഈ സാധു പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ വാക്കല്ലേ? ഏതാ? വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു ഇൻ കാനൂ മുഅ്മിനീൻ. അള്ളാഹുവും റസൂലുമാണ് നമ്മളെ ഏറ്റവും പൊരുത്തപ്പെടാൻ അർഹരായ ആൾക്കാർ. മുഅ്മിനീങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ പൊരുത്തം വേണം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞ് നടന്നോളി. റസൂലുള്ളാഹിന്റെ മാത്രമല്ല, മാതാപിതാക്കളുടെ പൊരുത്തം വേണമെന്നല്ലേ? റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ പൊരുത്തത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടാൻ അത് സബബാകുമെന്നാണ്. അപ്പോഴാണ് ഇവർ പറയുന്നത് അല്ലേ, മാതാപിതാക്കളെക്കാൾ നമുക്ക് സ്നേഹം ആരോടാണ് വേണ്ടത്, കടപ്പാട് ആരോടാണ് വേണ്ടത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പൊരുത്തം ആഗ്രഹിച്ച ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്നത് എന്ത് ദീനാണ് കൂട്ടരെ? അപ്പൊ നമ്മൾ സംക്ഷിപ്തം പറയുന്നു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം, അഭൗതികം, അദൃശ്യം എന്നത് ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമാണ് എന്ന് ഇവർ പറഞ്ഞ ഒരു ഇബാറത്തിലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ ചോദിച്ചത്, അരവരി കൊണ്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചത്. അരവരി പോയിട്ടൊരു ഹർഫ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.